ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഇപ്പോൾ അടുക്കളയിൽ കിടന്ന് നന്നായിട്ട് കഷ്ടപ്പെടുകയാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. അപ്പോൾ രേവതി പാത്രമൊക്കെ എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ ചോദിച്ചു, മോളിത് എങ്ങോട്ടാണെന്ന്. അല്ല, ഞാൻ അടുക്കളയിലോട്ട് ശ്രുതിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. വേണ്ട, ഈ വീട്ടിലെ ആചാരങ്ങൾ ലംഘിക്കാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. ഇന്നത്തെ ജോലിയൊക്കെ ഈ പേരിൽ അവരങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അച്ഛൻ. മോളൊരു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ രേവതിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. രേവതി ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക. മോള് ചെല്ലെന്നും പറഞ്ഞ് അച്ഛൻ രേവതിയെ പറഞ്ഞു വിട്ടു. ഈ സമയത്ത് അടുക്കളയിൽ കയറിയിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതിയെ നോക്കുക. ശ്രുതിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. എല്ലായിടത്തേക്കും മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്ര ഇങ്ങനെ പുറത്തേക്ക് നോക്കുക, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ. ശ്രുതിയാണെങ്കിൽ എല്ലായിടവും കറങ്ങി തിരിഞ്ഞ് നോക്കി അരമണിക്കൂർ അത് അങ്ങനെ അങ്ങ് പോയി. ആ സമയത്ത് എന്താ ഇങ്ങനെ നീ ആലോചിച്ച് നിൽക്കുന്നേന്ന് ചോദിച്ചു കയറി ചെന്ന് ചന്ദ്രമതി. ആദ്യം ആ പാത്രങ്ങൾ കഴുകി അതെല്ലാം അടുക്കി വയ്ക്കുക. ശ്രുതി എന്ന് പറഞ്ഞോണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അത് ചെയ്യാൻ പോണു. അന്നേരത്തേക്ക് അടുത്ത മണി പറയുന്നു. ചന്ദ്രമതി ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ പച്ചക്കറി എടുത്തുകൊണ്ട് കൊടുത്തു, ഇതെല്ലാം അരിയാൻ പറഞ്ഞു. അങ്ങനെ ശ്രുതിയെ കൊണ്ടെല്ലാം നമ്മുടെ ചന്ദ്രമതി ചെയ്യിക്കും കേട്ടോ. ശ്രുതിക്കാണ് തീരെ അങ്ങ് പിടിക്കുന്നുമില്ല. അത് കഴിഞ്ഞ് ശ്രുതി ഇതെല്ലാം കറിയൊക്കെ ഉണ്ടാക്കി എല്ലാം ഇളക്കിയാക്കി ഇങ്ങനെ വെക്കുന്നു. ആ സമയത്ത് ചന്ദ്രമതി ഇതെല്ലാം നോക്കി ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അവിടെ നിന്ന് വലിയൊരു കുപ്പിയിൽ എന്തോ സാധനം എടുത്തു, കുറേ ഉപ്പ്. ആ ഉപ്പ് എടുത്തിട്ട് കറിയിലേക്ക് മൊത്തത്തിൽ ഇടാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി എന്ന് കൈ അങ്ങനെ വെച്ച് അങ്ങ് കൊടുത്തു. ആ കൈ അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ എന്താ ശ്രുതി ഇങ്ങനെ നോക്കുക. അതെ, ഉപ്പിടാതെ വേണം മോള് ഭക്ഷണം കഴിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. ആചാരം തെറ്റിക്കരുതല്ലോ എന്ന് ചന്ദ്രമതി പറയുക. പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് നമുക്ക് പ്രത്യേകം ഉപ്പിട്ട് കൊടുക്കാം, എന്താന്ന് ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ശ്രുതിയുടെ കാര്യത്തിന് ഏതാണ്ട് തീരുമാനമായി. അങ്ങനെ പണിയെല്ലാം നമ്മുടെ ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് നിങ്ങളുടെ ഏണ്ടൊക്കെ കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ വ്യക്തിപരമായി ആരോടും യാതൊരു സ്നേഹവും ചന്ദ്രമതിക്കില്ല. ആ ഒരു സ്നേഹം പണത്തിനോട് മാത്രമേ ഉള്ളൂ എന്ന് ചന്ദ്രമതി വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാക്കിയ കഞ്ഞി ഉപ്പിടാത്ത കറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് അച്ഛൻ എഴുന്നേറ്റ് വരുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി എന്നും എഴുന്നേൽക്കുന്നത് പോലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് നിൽക്കുക ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ മോളെന്താ താമസിച്ചതെന്ന് ചോദിച്ചു എഴുന്നേക്കാൻ. അപ്പോൾ കോലം വരയ്ക്കാൻ നിൽക്കുമായിരുന്നു രേവതി. മോളെന്താ താമസിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്നും 5 മണിക്ക് എഴുന്നേൽക്കുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് തച്ചാന്ന് പറഞ്ഞു. പിന്നെ എന്താ കോലം ഇടാൻ ഇത്ര താമസിച്ചതെന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്നോട് അമ്മ നീ കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞു എന്ന് രേവതി പറയുന്നു. പിന്നെ അവൾ വരയ്ക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അതൊന്നും എനിക്കറിയില്ല, ഞാൻ കോലം വരയ്ക്കാൻ നോക്കുമ്പോൾ നീ വരയ്ക്കണ്ട, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അമ്മ അകത്തേക്ക് കയറിപ്പോയെന്ന് രേവതി പറയാം. അത് കേട്ടപ്പോൾ ഇങ്ങനെ നിൽക്കുമോ അച്ഛൻ. അപ്പോഴേക്ക് സച്ചി ഇറങ്ങി വന്നു. എന്താച്ചാ മോർണിംഗ് വാക്കിന് പോവാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇറങ്ങാൻ നോക്കുക. നീ തടുപ്പുവാ, എനിക്കൊരു അർജൻറ്റ് ഓട്ടോ ഓടി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോൾ എടാ കോലം വരച്ചതിന് ശേഷമേ പുറത്ത് പോകാൻ പാടുള്ളൂ നീ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. എത്ര സമയമായി രേവതി, നിനക്കിത് രാവിലെ തന്നെ വരച്ചുകൂടെ എന്ന് ചോദിച്ചു സച്ചി. വരയ്ക്കാൻ എന്നെയൊന്നും അമ്മ വിടണ്ടേ സച്ചേട്ടാ, എന്നോട് കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം കോലം വരയ്ക്കണ്ടെന്നോ, അതെന്താ കാര്യം? അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുമ്പോഴാണ് ശ്രുതിയെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് ചന്ദ്ര. അപ്പം ആൻറ്റി വിട ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വരുവാണ് ശ്രുതി. പിന്നാലെ വാല് പോലെ ശ്രുതിയും ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വരുന്നത് നോക്കി ഇവരെല്ലാവരും കൂടെ നിൽക്കുക. അപ്പോൾ വിട ആൻറ്റി, എനിക്ക് ഉറക്കം വരുന്നു എന്ന് ശ്രുതി. അപ്പം നിനക്ക് ഉറങ്ങിയാലും മതിയാവുന്നില്ല അല്ലേ, ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നിട്ട് നിൽക്കുമ്പോൾ ചന്ദ്ര നീ എന്തുകൊണ്ട് രേവതി ഒരു കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു അച്ഛൻ അന്നേരം. അച്ഛാ, ഈ റോഡിലൂടെ മന്ത്രിമാരുടെ വാഹനങ്ങൾ പോകുമ്പോൾ പൊതുജനങ്ങളുടെ വാഹനങ്ങൾ പോകാതിരിക്കാനായി സിഗ്നൽ ഓഫാക്കി വെച്ചിരിക്കുന്നത് പോലെ നമ്മളുടെ മുന്നിൽ സിഗ്നൽ ഓഫാക്കി വെച്ചിരിക്കുകയാണെന്ന കാര്യം അന്നേരം സച്ചി പറയാം. രേവതി കോലം വരയ്ക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം രേവതിയാണല്ലേ ഒന്നും ഇവിടെ കോലം വരയ്ക്കാറ്, പിന്നെ നീ എന്തിനത് തടഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പം വലിയൊരു ചിത്രകാരി വന്നിരിക്കുന്നു. അപ്പോൾ രേവതി വരയ്ക്കുന്ന കോലത്തിന് എന്താ കുഴപ്പമെന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോൾ ഇവൾ ഇത്രയും നാളും വരച്ചത് കോലമാണോ, 4 വര അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു വെക്കും, ഇന്ന് കോലം വരയ്ക്കാൻ പോകുന്നത് ശ്രുതിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനോ എന്ന് ശ്രുതി. നീ തന്നെ. അത് കേട്ടപ്പോൾ തന്നെ പാർലറായിട്ടത്തേക്ക് ഷോക്കായല്ലോ. എൻ്റെ പൊന്നച്ചാ, ഇവർ രാവിലെ തന്നെ കോമഡി കാണിക്കുകയാണല്ലോ എന്ന് നേരത്തേക്ക് നമ്മുടെ സച്ചി. അത് കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ നമ്മുടെ ശ്രുതി ഇപ്പം പലതും പറയും. നീ കോലം വരയ്ക്കാതെ അവനെ വിട്ട് കളയാൻ പറഞ്ഞു. അപ്പോൾ ആൻറ്റി എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അമ്മേ, ഇവള് ബ്യൂട്ടീഷ്യനാണ്, ഇവൾക്ക് കോലം വരയ്ക്കാനൊന്നും അറിയില്ല. അന്ന് ശ്രുതി വലിയ വക്കാലത്തിന് ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക. തറയിൽ മേക്കപ്പ് ചെയ്യുകയല്ല വേണ്ടത്, കോലം വരയ്ക്കുകയാണ് വേണ്ടതെന്ന് ശ്രുതിയോട് സച്ചി അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് അമ്മേ സമയം പോയിക്കൊണ്ടിരിക്കുവോ, ഞാൻ വരച്ചോളാമെന്ന് പറഞ്ഞു രേവതി. വേണ്ട ശ്രുതി,
ദേ വ്രതം എടുക്കുന്ന 4 വരെ നീ വേണം വരയ്ക്കാനായിട്ട്, അപ്പോഴേ ഈ ഫലം ഒക്കെ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ എന്ന് ചന്ദ്രമതി ചോദിക്കുക. ഓ എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഭാഗ്യം ഒരു ചിരിയും കൂടി. അപ്പം ആൻറ്റി എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ശ്രുതി പറഞ്ഞു. അന്നേരം അതെ ശ്രുതി മോളെ, നിന്നെ അവൾ വിടില്ല. ഇവിടെ എല്ലാവർക്കും പുറത്ത് പോകാനുള്ളതല്ലേ, ഒന്ന് കോലം വരയ്ക്കാൻ നോക്കിക്കേ. അപ്പോൾ അങ്കിൾ എനിക്ക് അതെ 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 പെട്ടെന്ന് വരയ്ക്കുക, എനിക്ക് വലിയൊരു ഓട്ടം ഉള്ളതാ, പെട്ടെന്ന് ആവട്ടെ, ഇത് വരച്ച് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു. അപ്പോൾ വരയ്ക്കാൻ പറഞ്ഞു ചന്ദ്രമതി. ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീ വരയ്ക്ക എന്നും പറഞ്ഞ നേരത്തെ തന്നെ ശ്രുതി വരപ്പിക്കുക. പിന്നെ അതേ അവിടെ നിന്ന് കോലം വരയ്ക്കാനായിട്ട് തുടങ്ങി. എന്നതാ വരയ്ക്കുന്നത്, എന്നാ കാണിക്കുന്നത് ശ്രുതിക്ക് പോലും അറിയില്ല. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും, ഇത് എന്നതേ കാണിക്കുന്നതെന്ന്. സച്ചിക്ക് മാത്രം സന്തോഷം. സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. എന്നിട്ട് ഇച്ചിരി പൊടിയെടുത്ത് ആ പടത്തിൻ്റെ രീതിയിലൊക്കെ എന്തൊക്കെയോ ആക്കാനായിട്ട് നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ശ്രുതി അങ്ങനെയൊന്നും അല്ല വരയ്ക്കേണ്ടതെന്ന്. അപ്പോൾ അവൾക്കറിയാം, നീ പഠിപ്പിക്കേണ്ടെന്ന് ചന്ദ്രമതി. രേവതി നീ വിട്ടേരെ, എന്താ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു സച്ചി. അങ്ങനെ കാളം പൂളം എന്തൊക്കെയോ കാണിച്ച് കുറേ അവിടെ ഇവിടെയൊക്കെ പൊട്ടും പൊടിയൊക്കെ വരച്ചു വെച്ചിരിക്കാം. കോലം വരച്ചു വെച്ചിരിക്കും. അവരുടെ ഒരു കോലം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇരുന്ന് വരയ്ക്കാം. ചന്ദ്രമതി നല്ല ഭംഗിയിൽ വരയ്ക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് സച്ചി ഇത് കോലമായിട്ട് വന്നാൽ തന്നെ വലിയ കാര്യമാണ്, പിന്നെയല്ലേ ഭംഗി എന്നും പറഞ്ഞ് സച്ചി കളിയാക്കുന്നു. ചന്ദ്രമതി ഇങ്ങനെ നാണം കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് എടാ എന്താടാ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, നിന്റെ ഭാര്യയൊന്ന് നീ സഹായിക്കടാ എന്ന് ശ്രുതിയോട് സച്ചി പറഞ്ഞു. എടാ നിന്റെ അമ്മായത്തും ജയിലിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ, സഹായിക്കടാന്ന് പറഞ്ഞു. എന്തൊക്കെ എയോ ബിയോ സി ഒക്കെയാണ് വരച്ചു വയ്ക്കുന്നത് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതി ഒരു ടെൻഷൻ വേണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ ഇതിങ്ങനെ എടുക്കുക, ഇതൊക്കെ ഒരു ടെക്നിക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയും വരയ്ക്കാൻ നോക്കി. വരച്ച് ലാസ്റ്റ് എന്നതാണോ അപ്പോൾ അത് വളഞ്ഞിരിക്കുന്നു, നിങ്ങളത് നേരെ വരയ്ക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയുമ്പം വളവേ അതിനല്ല നിനക്കാ, നീ മര്യാദയ്ക്കും ഇരിക്കുക, അപ്പോൾ ഒരു സ്കെയിൽ വെച്ച് വരച്ചാലോ എന്ന് ശ്രുതി. എടാ നീ ഒരു പോസ്റ്റ് തന്നെ എടുത്തോണ്ട് വാടാ, ഇവനൊക്കെ എന്തൊരു ഡിഗ്രിയാണ്, എവിടുന്ന് കിട്ടിയതാണാവോ, എന്തൊക്കെയോ കാണിച്ചു വെക്കായിട്ട് രണ്ടും കൂടി. ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇവരുടെ മുന്നിൽ നാറി വെളുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി വരയ്ക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ഭയങ്കര ശ്രദ്ധയോടെ നോക്കിയിരിക്കാം. ഇപ്പം കുറച്ച് ശരിയായി എന്നൊക്കെ പറഞ്ഞു. അമ്മ ഇവർക്ക് 2 പേർക്കും വരയ്ക്കാൻ അറിയില്ല അമ്മേ, ഞാൻ 2 മിനിറ്റിനുള്ളിൽ വരച്ചോളാം അമ്മേ, സച്ചേട്ടനൊക്കെ പുറത്ത് പോകാനുള്ളതല്ലേ എന്ന് ചോദിച്ചു രേവതി. അപ്പോൾ അതൊന്നും വേണ്ട, നീ പോയി നിന്റെ ജോലി എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ശ്രുതി നീ എന്താടാ ഈ കാണിക്കുന്നേ, അല്ലമ്മ ഈ കോലം നീ അവളുടെ കൈ കൊടുത്ത് അവൾ വരച്ചോളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ടൊന്ന് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ ശ്രുതി ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങി. എന്തായാലും ഇനി ഇവിടെ നിന്ന് എൻ്റെ ട്രിപ്പ് ക്യാൻസലാകും. രേവതി അച്ഛാ ഞാൻ പോവുകയാണേ, അവർ വട്ടം വരച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങോട്ട് പോകാൻ നോക്കുമ്പോൾ ഇവിടെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു ശ്രുതി. കുളമാക്കിയപ്പോൾ സമാധാനമായല്ലോ, ഇവനതിനുള്ള ഭാഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുക. ഇനി അത് അപ്പുറത്തേക്കിടുക, എന്നിട്ട് കറക്കി എടുക്കുക, ഇപ്പുറത്തേക്ക് ഇടുന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കോലം വരയ്ക്കാൻ. ലാസ്റ്റ് കുറേ ഒരു വട്ടമൊക്കെ വരച്ച് എന്തൊക്കെയോ ആക്കി വെച്ചു. എന്ത് നല്ല കോലം. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി നന്നായിട്ടുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുകഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ കുളമാക്കിയപ്പോൾ സമാധാനമല്ല, ഇത് കാണുന്നവരുടെ ഇന്നത്തെ ദിവസമേ പോകും, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് മുറ്റവും വൃത്തികേടാക്കി എന്നും പറഞ്ഞു രവിയേട്ടൻ. അപ്പോൾ ശ്രുതി പിന്നീട് നിന്ന് വിളിച്ചപ്പോൾ പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ പാട് നോക്കി പോയി. രേവതി അകത്തേക്കും കയറിപ്പോയി. ആ സമയത്ത് ഇത് അടിപൊളി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. ആ സമയത്ത് അമ്മേ ഇതിപ്പം നോക്കിയാൽ നല്ലൊരു മോഡേൺ ആർട്ട് പോലെയില്ലേ, നോക്കിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി. കൊള്ളാല്ലേ, ഇങ്ങനെയാണെങ്കിൽ നിൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങാനേ കുറച്ച് സമയം എടുക്കുമെന്ന് ചന്ദ്രമതി അന്നേരം ശ്രുതിയോട് പറഞ്ഞു. അമ്മേ അതെന്താ അങ്ങനെ പറഞ്ഞേ, 5 കുറ്റി പുട്ടിൻ്റെ അരിപ്പൊടിയാണ് പോയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയുക. എന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് തൊഴിൽ ചാടിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അതെന്നാ അമ്മ അങ്ങനെ പറഞ്ഞത്, ഇത് കൊള്ളത്തില്ലേ ശ്രുതി? അല്ല ശ്രുതി, ഈ കാലം മാറുന്നതനുസരിച്ച് കോലവും മാറുമല്ലോ, അത് വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല. ഇത് എക്സലൻ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൂടെ ആ നടവാതക്കൽ തന്നെ ഇരുന്ന് ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ആ പൊടിയൊക്കെ തന്നേ എന്നും പറഞ്ഞുകൊണ്ട് പൊടിയായിട്ട് ശ്രുതി എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അവിടെ നേരം നമ്മുടെ ശ്രുതി. ഇത് കഴിഞ്ഞ് പിന്നെ ശ്രീകാന്തും വർഷം ഇരിക്കുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി ചേച്ചി ഇന്നത്തെ ഫുഡ് സൂപ്പറാണ് കേട്ടോ, അപ്പോൾ ഇതുകൂടി കഴിക്കുന്നു പറഞ്ഞു രേവതി എടുത്ത് കൊടുക്കുക. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഏട്ടത്തി എനിക്കും വേണമെന്ന്. അങ്ങനെ 2 പേർക്കും രേവതി എടുത്ത് കൊടുത്തവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏട്ടത്തി ഇത് സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അഭിപ്രായമൊക്കെ പറഞ്ഞു. ചുമ്മാ പറയല്ലോ കേട്ടോ ശ്രീകാന്തേ, സത്യം ഞാൻ പറഞ്ഞത്. ചേച്ചി ഇത് സൂപ്പറാ ചേച്ചി, ആദ്യം ഹോട്ടലിലെ ഷെഫായിട്ട് ജോലിക്ക് കയറി നല്ല കാശുണ്ടാക്കാമെന്ന് പറഞ്ഞു നമ്മുടെ
വർഷ. അപ്പം എന്താ ഭക്ഷണം കഴിക്കുമ്പോൾ കളിയും ചിരിയും എന്ന് ചോദിച്ച് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ രേവതി ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറയായിരുന്നു ആൻറ്റി. ചേച്ചി സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ബിസിനസ് വേറെ ലെവലിലെത്തുമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ വർഷ. ഇവളോ റെസ്റ്റോറൻറ്റ് തുടങ്ങാനോ എന്ന കണക്കായി എന്ന് ചന്ദ്രമതി. ഇപ്പം തന്നെ വീട് വീടാന്തരം കയറി പൂ വിൽക്കുകയാണല്ലോ ഇവളുടെ പണി. അതുപോലെ വീട് വീടാന്തരം കയറി ഭക്ഷണം വിൽക്കാനും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കളിയാക്കുമ്പം അതും നല്ല ബിസിനസ് തന്നെ ആൻറ്റി എന്ന് പറഞ്ഞു വർഷ. ഇതൊന്നും മിണ്ടാതിരിക്കും വർഷേ, ഇവളുടെ കെട്ടിയവൻ അത് കേട്ടാലേ ഇപ്പം തന്നെ അതും തുടങ്ങുമെന്ന് ചന്ദ്രമതി പറയുക. വേറൊരു വണ്ടിയും വാങ്ങിച്ചു കൊടുത്ത് അതിനും ഇവളെ വിടുമെന്ന കാര്യവും ചന്ദ്രമതി പറയുന്നു. ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതെല്ലാം കേട്ടപ്പോൾ ഞാൻ എടുത്തു തരാമേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഫുഡ് എടുത്ത് കൊടുക്കാൻ നോക്കി ചന്ദ്രമതിക്ക്. അപ്പോൾ വേണ്ട, എനിക്ക് എടുക്കാൻ അറിയാമെന്നും പറഞ്ഞ് എൻ്റെ കൈക്ക് കുഴപ്പമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് തിന്നാനായിട്ട് വന്നിരിക്കും. അപ്പോൾ രേവതി ഉണ്ടാക്കി വെച്ചാൽ മാത്രമേ എടുത്ത് തിന്നാൻ അറിയത്തുള്ളൂ, ഉണ്ടാക്കി തിന്നാൻ അറിയത്തില്ല. അത് ചോദിക്കാൻ അവിടെ ആരുടെ വായിൽ നാവും ഇല്ല. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. അച്ഛന് രേവതി വിളമ്പി കൊടുക്കുക. ആ സമയത്ത് അങ്കിൾ പൂരി സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ വർഷ. ആണോ മോളെ എന്ന അച്ഛൻ. നല്ല കൈപ്പുണ്യമുള്ളവളാ രേവതി, അവൾ എന്ത് വെച്ചാലും അത് സൂപ്പറായിരിക്കും എന്ന് രവിയേട്ടൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതിക്ക് സന്തോഷമായി. എന്ത് കൈപ്പുണ്യം! നല്ല ഗോതമ്പ് മാവായതുകൊണ്ട് പൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, അത്ര തന്നെയെന്ന് ചന്ദ്രമതി അന്നേരം അതിൻ്റെ ഇടയ്ക്ക് കയറി പറയാം. ഇതേ തരം ഗോതമ്പ് മാവ് കൊണ്ട് നീയും കുറേ തവണ ഇവിടെ പൂരി മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ, അതൊന്നും വായിൽ വെക്കാൻ കൊള്ളാത്തതായിരുന്നു എന്ന് രവിയേട്ടൻ പറഞ്ഞു. കേട്ടാ തോന്നും ഈ പുന്നാര മരുമകൾ വന്നതിന് ശേഷമാണ് നിങ്ങളിവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് എന്ന്. അപ്പോൾ എൻ്റെ പുന്നാര മരുമകൾ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു രവിയേട്ടൻ. അത് കേട്ട് ഇവരെല്ലാവരും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതെ, നല്ലത് പറയണം ചന്ദ്രേ എന്ന് രവിയേട്ടൻ നേരം പറഞ്ഞു. രേവതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതിയും വന്നു. ആഹാ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയല്ലേ, എന്താ എന്നെ വിളിക്കാത്തേ? അപ്പോൾ എന്താടാ എല്ലാവരും ഓരോരുത്തരായിട്ട് മണി അടിച്ച് വിളിച്ച് വരുത്തണം? അതൊന്നും പറ്റത്തൊന്നുമില്ല, സമയമാകുമ്പോൾ വന്നിരുന്ന് കഴിക്കണം. അപ്പം നീ ഇരിക്കും മോനെ കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും അവിടെ പിടിച്ചിരുത്തി ചന്ദ്രമതി. ശ്രുതി അന്നേരം ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സച്ചി വന്നു. ആ രേവതിയായി പൂരി മസാലയുടെ വാസന വീടിന് പുറത്തെത്തുന്നുണ്ടല്ലോ, വായിൽ വെള്ളം വരികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും സച്ചേട്ടൻ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിക്ക് എടുത്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പൂരി എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴും സ്റ്റോപ്പ് കഴിക്കരുതെന്ന് പറഞ്ഞു സച്ചി അത് തടഞ്ഞു. അപ്പം എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് സച്ചിയെ തന്നെ നോക്കുക. എന്താ സച്ചേട്ടാ, ഇവിടെ ആരെങ്കിലും വണ്ടി ഓടിക്കുന്നുണ്ടോ, നിർത്താൻ പറയാനായിട്ടെന്നൊക്കെ നേരം ശ്രീകാന്ത് ചോദിച്ചു. ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുക സച്ചി. പൂരി തെറ്റോ എന്തെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ എല്ലാവരെയും നോക്കുക. അതിന് പൂരി മസാല കഴിക്കുന്നതിന് എന്താണ് ഇത്ര തെറ്റിരിക്കുന്നതെന്ന് ശ്രുതി ചോദിച്ചു. എടാ, മറ്റുള്ളവർ കഴിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല, പക്ഷേ ഈ പാർലറായിട്ടെത്തിയത് കഴിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. എടാ, വ്രതം എടുത്തിരിക്കുകയല്ലേ എന്ന് ചോദിക്കുക. ആ സമയത്ത് അയ്യോ ആ കാര്യം ഓർത്തില്ല എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും എല്ലാവരും ശരിയാണല്ലോ, അയ്യോ അത് ശരിയാണല്ലോ, ശ്രുതി ചേച്ചി വ്രതം എടുത്തിരിക്കുകയല്ലേ എന്ന് വർഷയും ചോദിച്ചു. അതുകൊണ്ട് ഇതുപോലുള്ള ഭക്ഷണമൊന്നും കഴിക്കാനേ പാടില്ല എന്ന കാര്യം വർഷയും പറഞ്ഞു. അതെ, ശരിയാ, പാടില്ല, ഉപ്പിടാത്ത കഞ്ഞി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് രേവതിയും പറഞ്ഞു. ഇതും പോയി പോക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. അയ്യോ ശരിയാ, ഞാനത് മറന്നുപോയി. ശ്രുതി, നീ എന്തിനാ ഇവിടെ വന്നിരുന്നേ? എഴുന്നേക്കാൻ പറഞ്ഞു. ആൻറ്റി, ഞാൻ പൂരി ഒന്നും കഴിക്കാൻ പാടില്ല മോളെ. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? എഴുന്നേക്കാൻ പറഞ്ഞു. അല്ല, അത് അപ്പോഴത്തേക്ക് ശ്രുതിയുടെ മുഖവും പാടി, ശ്രുതിനെയും കഴിപ്പിക്കില്ലല്ലോ ശ്രുതി, അതുകൊണ്ട്. അപ്പം എഴുന്നേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ എഴുന്നേപ്പിക്കാൻ നോക്കുമ്പം, അല്ല പാർലറായിട്ട് എന്തിനാ എന്നെ തുറച്ച് നോക്കുന്നതെന്ന് സച്ചി ചോദിച്ചു. അല്ല അച്ഛാ, വ്രതം തെറ്റിച്ച ദൈവകോപം ഉണ്ടാവത്തില്ല, ഞാനതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അയ്യോ അതുണ്ടാകുമെന്ന് അച്ഛൻ. അതുകൊണ്ടല്ലേ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ, അത് ശരിയാ, ദൈവകോപം ഉണ്ടാകും, പരിഹാര കർമ്മം ചെയ്തതിനെ ഒരു ഫലം ഉണ്ടാവാതെ വരും. എൻ്റെ മോളത് കഴിക്കല്ലേ വെച്ചിട്ട് ഏക്കെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയും എഴുന്നേൽപ്പിക്കുക. അപ്പോൾ വ്രതം തെറ്റിച്ച ആ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ല രവിയേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണു. അപ്പോൾ വ്രതം തെറ്റിച്ചാലേ ദൈവകോപം ഉണ്ടാകും. അതെനിക്കറിയാം. പാർലറെടുത്തിയുടെ അച്ഛൻ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കേണ്ടതായിട്ടൊക്കെ വരും, ഒരിക്കലും പിന്നെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ ഇവിളി പൂരി ഇങ്ങനെ ഇറുക്കി പിടിച്ച് സച്ചിയെ നോക്കുക കലിപ്പുകൊണ്ട്. അപ്പോൾ മോളെ നീ എഴുന്നേറ്റേ, അവിടെ ഇരുന്ന് കഴിക്കല്ലേ, എഴുന്നേറ്റ് പോയി കൈ കഴുകുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതിനെ ഏൽപ്പിച്ചു വിട്ടു. കൈ കഴുകുമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞു വിട്ട് കയ്യും കഴുകിച്ചു. അപ്പോൾ അതിനിപ്പോൾ എന്താ, വേറെ ഒന്നും കഴിക്കാതിരുന്നാൽ പോരെന്ന് രേവതി ചോദിച്ചപ്പോൾ, ഇല്ലില്ല അത് പറ്റത്തില്ല, മറ്റുള്ളവരുണ്ടാക്കുന്നത് ഇവള് കഴിക്കാൻ പാടില്ല, ഇവള്
വ്രതം എടുക്കുന്ന ആൾക്ക് വേണ്ടുന്ന ഭക്ഷണം വ്രതം എടുക്കുന്ന ആൾ തന്നെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. അതല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പം രേവതി ഒക്കെ കഞ്ഞി വെച്ച് കൊടുക്കാനും തുടങ്ങി. അന്നേരമാണ് നമ്മുടെ സച്ചി ഇതിനെല്ലാം ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്. ആ സമയത്ത് ശ്രുതിമോളെ നീ ചെന്ന് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക, ഉപ്പിടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചിയെ തുറിച്ച് നോക്കുക ശ്രുതി. ശ്രുതിക്കിട്ടുള്ള പണി നമ്മുടെ സച്ചി കൊടുത്തതാ. ആ സമയം എനിക്ക് വേണ്ട ആൻറ്റി, ഞാൻ ഇന്ന് രാവിലെ മുതൽ എൻ്റെ വ്രതം തുടങ്ങുകയാണെന്ന കാര്യം പറഞ്ഞു. അപ്പം അത് നല്ല കാര്യമല്ലേ, അത്രയും ഫലം കൂടുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി അന്നേരം പറഞ്ഞു. സച്ചിയോടുള്ള കലിപ്പ് തീർത്തതാണ് ശ്രുതി. എന്നിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ സച്ചേട്ടൻ കഴിക്കും സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി. അപ്പം ശ്രുതി എന്ന് നീ ചെന്ന് വ്രതം നോക്കാം, ഞാനിത് കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങനെ ഇരിക്കുന്നു. ശ്രുതി അന്നേരം അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി. അപ്പോൾ നീ എന്തിനാണ് ഇത് കഴിക്കുന്നതെന്ന് അന്നേരം സച്ചി ശ്രുതിയോട് ചോദിച്ചു. എനിക്ക് വ്രതമില്ല, ശ്രുതിക്ക് വ്രതമുള്ളൂ, എനിക്ക് കഴിക്കിയത് എൻ്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പം ശോശു എൻ്റെ ശ്രുതി നീ എന്തേ പറയുന്നേ? എടാ ഭാര്യ ഭർത്താക്കന്മാരെന്നൊക്കെ പറഞ്ഞാലേ 2 പേരല്ല ഒറ്റയാളാണെന്ന കാര്യം സച്ചി അന്നേരം പറഞ്ഞു. ഇത് കേട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇവർ. സുഖവും ദുഃഖവും പരസ്പരം പങ്കിടുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം പങ്കിടണമെന്ന് അച്ഛമ്മ പറയാറില്ലേ? അച്ഛാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് അവിടെ ഇവിടെയും തൊടാതെ അങ്ങ് പറഞ്ഞു. അപ്പം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അച്ഛനൊരു വിളി. ഈ സമയത്ത് അവിടെ നിന്ന് ശ്രുതി ഇതൊക്കെ കേക്ക് ഒളിച്ച് നിന്ന്. എടാ പാർലർ ഏട്ടത്തി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോടാ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയെയും കഴിപ്പിക്കുന്നില്ല. ഇതെല്ലാം ശ്രുതി അവിടെ നിന്ന് കേൾക്കും കേട്ടോ. എടാ എനിക്ക് വിശക്കുന്നിടാ എന്ന് ശ്രുതി. വിശക്കട്ടെ, അത് നീ സഹിക്കുകയേ വേണ്ടത്. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലടാ നിനക്കെന്ന് ചോദിച്ച് സച്ചി ശരിക്കും പണി കൊടുക്കുക 2 എണ്ണത്തിനും അവിടെ ഇട്ട് പട്ടിണിക്കിട്ടിട്ട് തന്നെ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി എന്തൊക്കെയോ ആലോചിക്കുക അവിടെ നിന്ന്. ഇത്ര ഒന്നും കിട്ടിയത് അവൾക്ക് പോരാ, ഇനിയും കിട്ടണം, അതിന് വേണ്ടി എന്ന് കുരുട്ട് ബുദ്ധി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വ്രതം എടുത്താൽ രേവതി നീ ഭക്ഷണം കഴിക്കുമെന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ വ്രതം എടുക്കുന്നുണ്ടോ? അപ്പോൾ ഈ പൂരി വേണ്ടേ എന്ന് രേവതി ചോദിച്ചു. ഞാൻ വ്രതമൊന്നും എടുക്കുന്നില്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണെന്ന് പറഞ്ഞു. സച്ചേട്ടൻ വ്രതം എടുത്താൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ മനസ്സ് വരുമോ? സച്ചേട്ടൻ കഴിച്ചാൽ മാത്രമേ ഞാനും കഴിക്കുള്ളൂ എന്ന് രേവതി പറഞ്ഞു. അപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയോടെ സച്ചി. ആ സമയത്ത് ഇതൊക്കെ ശ്രുതി അപ്പുറം നിന്ന് കേട്ട് കലിപ്പ് കയറി നിൽക്കാം. അപ്പോൾ നീ വ്രതം എടുത്താൽ ഞാനും അങ്ങനെ തന്നെയാണെന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. അവക്കട്ടുള്ള പണി അവൾ തന്നെ മേടിച്ച് വെച്ചേക്കാണല്ലോ. അപ്പോൾ അന്ന് ഞാൻ തിങ്കളാഴ്ച വ്രതം എടുത്തപ്പോൾ സച്ചേട്ടനും ഭക്ഷണം കഴിച്ചിരുന്നില്ലല്ലോ. അതല്ല സച്ചേട്ട സ്നേഹമെന്ന് രേവതി ചോദിച്ചപ്പം നീ കേൾക്കടാ, നീ അവൾ പറയുന്നത് കേൾക്കടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇവനെ അവിടെ ഇട്ട് ഉരുട്ടി മെതിച്ചുകൊണ്ടിരിക്കാം. രേവതി ഇതൊക്കെ കേട്ട് ചിരിക്കുന്നു. ചന്ദ്രമതിക്ക് അന്നേരം കാര്യം മനസ്സിലായി ഇവർ പണി കൊടുക്കുന്നതാണെന്ന്. അപ്പോൾ ശ്രീകാന്തിനോട് എടാ ശ്രീകാന്തേ നിന്റെ ഭാര്യ വ്രതം എടുത്താ നീ ഭക്ഷണം വേറെ കഴിക്കോടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഴിക്കില്ല എന്നും എനിക്കതിന് കഴിയില്ല എന്നും ശ്രീകാന്ത് പറഞ്ഞു. അന്നേരം കണ്ടോ ആത്താണ് നോക്കടാ, നീ നോക്ക്, നിന്റെ ഭർത്താവ് വ്രതം എടുത്താ നീ ഭക്ഷണം കഴിക്കുമെന്ന് വർഷയോട് ചോദിച്ചു. എനിക്ക് വിശന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് വർഷ അന്നേരം പറഞ്ഞു. എന്നും പറഞ്ഞു വർഷ ഇരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി അപ്പം അത് കൊള്ളാമല്ലോ, നിനക്കപ്പം എന്നോട് സ്നേഹമില്ലല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. സ്നേഹമൊക്കെ ഉണ്ട്, വയറ് വേറെ അല്ലേ എന്ന് ചോദിച്ചു. ഇതുമായിട്ട് അതിനെന്താ കാര്യമൊന്നും വർഷം ഇങ്ങനെ ചോദിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.